KSRTCയിൽ ശമ്പളം ഗഡുക്കളായി നൽകാമെന്ന സർക്കുലറിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ യൂണിയനുകൾക്ക് മാനേജ്മെന്റുകളുടെ CITUവിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയക്കുന്ന പ്രതിഷേധ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഹൻസില, KSRTCയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ശമ്പളം ഗഡുക്കളായി നൽകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ മാനേജ്മെന്റ് ആലോചിച്ചിരിക്കുന്നത്. ശമ്പളം ഗഡുക്കളായി വേണ്ട ആളുകൾ അവർ മാനേജ്മെന്റിനെ 25-ാം തീയതിക്കകം രേഖാമൂലം ഇക്കാര്യം അറിയിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദ്യം 5-ാം തീയതിക്കകം ഒരു ഗഡു ശമ്പളം നൽകും. പിന്നീട് സർക്കാർ ഫണ്ട് എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പോൾ ബാക്കി നൽകാനുള്ള ശമ്പളത്തിന്റെ തുക നൽകും. ഇതാണ് നിലവിൽ ഒരു ശമ്പളവുമായി ബന്ധപ്പെട്ട് ഒരു അറേഞ്ച്മെന്റ് മാനേജ്മെന്റ് ആലോചിച്ചിരിക്കുന്നത്. ഈ ഒരു നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് തൊഴിലാളികൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഭരണാനുകൂല യൂണിയനുകളടക്കം ശക്തമായി തന്നെ ഈ നീക്കം അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് CITU മുഖ്യമന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് മാനേജ്മെന്റിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10,000 കത്തുകളാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ഈ പുതിയ ശമ്പള വിതരണ രീതിക്കെതിരെ പരാതി എന്നുള്ള നിലയിൽ അയക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഉത്തരവ് കത്തിച്ചുകൊണ്ട് CITU പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ നിലയിലുള്ള ശമ്പള പരിഷ്കരണം അത് നടപ്പാക്കാൻ അനുവദിക്കരുത് എന്ന ആവശ്യം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്നും ഈ വിഷയത്തിൽ ശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് CITU വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അവർ 28-ന് ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ നിലവിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു വിമർശനം ഭരണാനുകൂല സംഘടനയുടെ ഭാഗത്തുനിന്ന് തന്നെ ഗതാഗത മന്ത്രിക്കും KSRTC മാനേജ്മെന്റിനെതിരെയും തുടരുകയാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു പോംവഴികളില്ല എന്ന വിശദീകരണം നൽകിക്കൊണ്ട് ഈ പുതിയ ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി അവലംബിക്കുക എന്നത് തന്നെയാണ് മാനേജ്മെന്റ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. വ്യക്തമാണ് ശരത്. KSRTCയുടെ പുതിയ ശമ്പള ഉത്തരവിനെതിരെ CITU രംഗത്ത്. ജീവനക്കാർക്ക് ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മാനേജ്മെന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയക്കും. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.